ചെടി മരം ചെടി മരം 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 ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇന്ന് തീയതി മെയ് 2. അപ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട പരിപാടിയാണ്. ഞാനും പൊന്നും പൈക്കില്ലേ വിനോദിനില്ല. വിനോദിന് ഇന്ന് രാത്രി ഒരു പാർട്ടി ഉണ്ട്. അപ്പോൾ വിനോദ പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന്. ആ കറങ്ങാൻ പ്ലാൻ ചെയ്യാൻ വേറൊരു കാരണം കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച മെയ് 10 വിനോദൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വിനോദന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങണം. അപ്പോൾ അത് വാങ്ങാൻ വിനോദനെ ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റിയൊരു ചാൻസും കൂടിയായത്. അപ്പോൾ നമ്മൾ വിചാരിച്ചപ്പോൾ ഇന്ന് പോയേക്കാം അങ്ങനെയുള്ള വീഡിയോ ആണ്. അപ്പോൾ പോകാൻ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവർ രണ്ടാളും അവിടുന്ന് എന്തൊക്കെയോ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ ഷോപ്പിങ്ങിന് പോകുന്ന ഈ വീഡിയോ ഞാൻ തീർക്കുക വിനോദൻ്റെ ബർത്ത്ഡേയിലേക്കാണ്. അപ്പോൾ ബർത്ത്ഡേയും കൂടി അതെങ്ങനെയാണ് പ്ലാൻ എന്താണെന്നൊന്നുമില്ല. ഗിഫ്റ്റ് വാങ്ങണമെന്ന് മാത്രമേ ഇപ്പോൾ ഉദ്ദേശമുള്ളൂ. അതിന് കേക്ക് കട്ട് ചെയ്തിട്ടാണോ അതിന് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അങ്ങനെ പോകാം. അപ്പോൾ നമ്മളെ ബസ് 4:05 4:20 ഏത് ബസ്സാവും കിട്ടുമോയെന്ന് അറിയുന്നില്ല. 4:05 ഇവർ റെഡി ആയിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് പോകാം. ഞാൻ റെഡിയായി. അല്ലെങ്കിൽ പിന്നെ 4:20 ബസ്സിന്. ലാസ്റ്റ് ബസ് 10:00 ലാസ്റ്റ് ബസ് വരെ വെയിറ്റ് ചെയ്യൂല എന്നൊരു പ്ലാന്. അതിലിടയ്ക്ക് വേഗം തിരിച്ചു വരുന്നില്ലേ നല്ലേന്നുള്ളത്. അല്ലെ പിന്നെ ടാക്സി പിടിച്ചിട്ട് വരേണ്ടി വരും. അത് പൈസ ചിലവ് അധികമല്ലേ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം ഇവരൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ആദ്യം വല്ലപ്പോഴും കാണാൻ പറ്റുന്ന സുന്ദരമായ കാഴ്ച, അല്ലെങ്കിൽ കീരിയും പാമ്പും അല്ല. ഇതെത്ര സമയത്തേക്ക് ഉണ്ടാവും? തിരിച്ചു വരുന്നെങ്കിലും അടി ചെയ്യാണ്ടിരിക്കണേ. കാണുന്നില്ല. ഫൈനലി നമ്മൾ ഇറങ്ങി. എന്നിട്ടും രണ്ടാളും പുറത്തോട്ടെത്തിയില്ല. സമയം 3:50. ഇനി എത്ര മിനിറ്റ് ഉണ്ടാവും നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാൻ? അങ്ങനെ നമ്മൾ സമാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര എന്തോ സ്മെല്ലുണ്ട്. ഇവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ട് ഈ ബിൽഡിങ്ങിൽ. അപ്പോൾ അതിൻ്റെ സ്മെല്ലാണ്. ഇപ്പം തന്നെ നമ്മളെ ചർച്ച ബസ്സിൽ എഴുതിയിരിക്കുന്നുള്ളതാണ്. രണ്ടാക്കും വിൻഡോ സീറ്റ് വേണം. അപ്പം ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് ഇല്ല. സീറ്റ് ഉണ്ടോ എന്ന് തന്നെ അറിയുന്നില്ല. അപ്പോൾ പോകുമ്പോൾ ഒരാൾ വിൻഡോ സീറ്റിലിരുന്നാൽ തിരിച്ച് വരുമ്പോൾ വേറെ ആളല്ലേ വിൻഡോ സീറ്റിലിരിക്കണ്ടേ അല്ലേ? അതും അല്ലേ പോലും. നോക്കാം. കണ്ടോ ആരുമില്ല പാർക്കിലൊന്നും അല്ലേ. വെയിലായതുകൊണ്ട് ഒരു കുട്ടി മാത്രം അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ വരും. ഇത് 4 മണിയായതിനുള്ളൂ. അതുകൊണ്ടായിരിക്കാം. നമുക്ക് 4:20 ബസ്സായിരുന്നു കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നും. വെയിൽ കുറച്ചും കൂടി ബസ് വന്നോ ആവും. ഇങ്ങനെയുണ്ട് നമ്മുടെ സമാധി കാണാൻ. അപ്പോൾ ഒരു സീപ്പർ ക്രോസിംഗ് ഉണ്ട്. സീപ്പർ ക്രോസിംഗ് ആണ്. മഞ്ഞ വരിയല്ലല്ലോ, വൈറ്റ് അല്ലേ സീപ്പർ ക്രോസിംഗ്. ഈത്തപ്പഴം കണ്ട കെട്ടി വെച്ചിട്ട്. വന്നു 61 ബ്ലൂ അല്ല. ഞാൻ വരാൻ പറഞ്ഞിട്ടാണ് നേരത്തെ വന്നേനൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ വേഗം ബസ് കയറിയിരിക്കാം. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യട്ടെ, റോഡ് ക്രോസ് ചെയ്യട്ടെ.
ഭയങ്കര ഇതാ വിൻഡോസ് തന്നെ ഇരുന്നിട്ടുണ്ട്, തിരിഞ്ഞിരിക്കുമായിരുന്നു. ഭയങ്കര ഇതാ ഉറങ്ങി. അനക്കും നല്ല ഉറക്കം വരും. വെയിലും ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാതെ എൻ്റെ ക്ഷീണം എല്ലാം കൊണ്ട് അനക്കും ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ്സിറങ്ങി ബുർജുമാനിൽ പോകണം. അതിനിടയ്ക്ക് ഇതാ ഓപ്പോസിറ്റ് കാണുന്ന സെൻട്രോ കയറാനായിരുന്നു പ്ലാന്. ഫസ്റ്റ് ഇവിടുന്ന് കയറണമെന്ന് വിനോദനാണ് പറഞ്ഞത്. നോക്കുമ്പോൾ ഇത് ക്ലോസ്. അപ്പോൾ നേരെ അടുത്ത ബുർജുമാനിലേക്ക്. ഇപ്പം വെയിലെല്ലാം പോയി, പക്ഷെ ചെറിയ ചൂടുണ്ട്. അപ്പുറം ക്രോസ് ചെയ്യണം. അപ്പോൾ ഏകദേശം സമയം 5:10. അപ്പോൾ 5:10 നമുക്ക് ഒരു 9 മണി ദിവസം തിരിച്ചു പിടിക്കണ്ടേ. ഒരു 4 മണിക്കൂർ ബുർജുമാനിൽ ഉണ്ടാവും. പക്ഷെ ബുർജുമാനിൻ്റെ ഉള്ളിൽ കയറിയാൽ 4 മണിക്കൂർ പോകുന്നത് പറയൂല. ഇനി അങ്ങോട്ട് വെയിലാണ് വരാൻ പോകും. അത് ശരി, നിൻ്റെ ഐഡിയ വിജയിച്ചിരിക്കുന്നു. വെയിൽ കൊള്ളാണ്ട് നടക്കാൻ മെട്രോ ഇതിൻ്റെ ഉള്ളിൽ പോയി കയറി. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ആ ചൂട് വെയിലങ്ങ് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഏതായാലും നമ്മളെ കാർഡും കൂടി റീചാർജ് ചെയ്തിട്ട് പോകാം. അപ്പോൾ പിന്നെ തിരിച്ച് വരുമ്പോൾ അവിടുന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറില്ല കൊണ്ട് ഇങ്ങോട്ട് വരേണ്ട പൈസ ഉണ്ടായിരുന്നു. അങ്ങോട്ട് കൊണ്ട് പൈസ റീചാർജ് ചെയ്യണം അത്ര. അപ്പോൾ പൊന്നിപ്പോൾ ആൾക്കാർ റീചാർജ് ചെയ്യുന്നതായിരിക്കും. ആദ്യം എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ആദ്യം പപ്പ പറഞ്ഞ ജോലി തീർക്കാൻ തോന്നും. ഇവളെ യൂണിഫോം നോക്കാം. ത്രെഡ്സ് പോയിട്ട് ഇവളെ യൂണിഫോം വാങ്ങണം. പൈങ്കിളീൻ്റെ ഇവളേന്ന് പറഞ്ഞിട്ട് ആരെയും ജയിക്കേണ്ട. പൈങ്കിളീൻ്റെ ഒരു സെറ്റ് യൂണിഫോം വാങ്ങണം. അപ്പോൾ അത് മുകളിൽ. അപ്പോൾ ആദ്യം അത് വാങ്ങട്ടെ. അവിടെ കാണുന്നതാണ് ത്രെഡ്സ്. അവിടെയാണ് കയറിയത്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് വട്ടം കറങ്ങി. കുഞ്ഞുള്ളതുകൊണ്ട് കുഞ്ഞു വേഗം ത്രെഡ്സ് കാണിച്ചെന്ന്. ഇവിടെ കയറിയിട്ട് യൂണിഫോം വാങ്ങണം. അപ്പോൾ കുറച്ച് സമയം പിടിക്കും. ഉള്ള സൈസ് കറക്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടെല്ലാം വേണ്ടേ എടുക്കാൻ. അപ്പോൾ നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല. നമ്മൾ കയറിയിട്ട് സാധനം വാങ്ങി ഇറങ്ങട്ടെ. കിട്ടുമെന്നൊന്നും അറിയുന്നില്ല. ആദ്യം ട്രൈ ചെയ്യണ്ടേ. നീക്കെവിടെയാണ് പോകണ്ടേ? നമ്മൾ ബ്രാൻഡ് ഫോർലെസ്സിൽ വെറുതെ കയറുന്നുണ്ട്. ഒന്ന് നോക്കി കണ്ണിൽ കുളിർമ ഏകിയിട്ടിറങ്ങാൻ. ഇനി നമ്മൾ ഹോം ബോക്സിലേക്ക്. ഹോം ബോക്സിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാം. എന്തെങ്കിലും കിട്ടുമോയെന്ന് അറിയില്ല. ഇങ്ങനെ പോകുന്നുണ്ട്. ഹോം ബോക്സ് കയറിയാൽ ഇറങ്ങാൻ തോന്നുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ. പക്ഷേ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനും ഒരു ഇത് വേണം. അപ്പോൾ നമ്മളൊന്ന് കണ്ട് ആസ്വദിക്കട്ടെ. പിന്നെ കുറേ ഉണ്ട്. എന്തെങ്കിലും ഗിഫ്റ്റ് ഐറ്റംസ് കിട്ടുമോ നോക്കട്ടെ. നല്ല ഭംഗിയില്ല ബുദ്ധയും ഫൗണ്ടെയിനെല്ലാം. പക്ഷെ പൈസ വേണ്ട. 899 ആയിരിക്കും. 249 അങ്ങനെ കുറേ ഉണ്ട്. ഒന്നും അറിയില്ല. പക്ഷെ കാണാൻ എന്തോ ഒരു രസമുണ്ടല്ലോ. പപ്പക്ക് സാധനം ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നും. ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഉണ്ട്, ബോട്ടിൽ പോലെ. ആ സാധനം പപ്പേൻ്റെ ഏതെല്ലോ ടൂൾ ബോക്സിൽ കാണലുണ്ട്. മറ്റേ അല്ല, മറ്റേ അടിയിലത്തെ സാധനം പോലത്തെ എന്തോ അങ്ങനത്തെ എന്തോ ഒരു സാധനം പപ്പൻ്റെ ബാഗില്ല. ഇല്ലേ, അതാ ഞാൻ പറഞ്ഞ. അങ്ങനത്തെ എന്തോ ഉണ്ട്. കുക്ക് ചെയ്ത് എന്നാ അത് സാധനം
വരാം. അപ്പോൾ പൈങ്കിളിയും ഗിഫ്റ്റ് വാങ്ങി, പൊന്നും ഗിഫ്റ്റ് വാങ്ങി. പൊന്നു സ്പ്രേയാണ് വാങ്ങി. പൈങ്കിളി നേരത്തെ കാണിച്ചില്ലേ, മറ്റേ ഇന്നൊന്നും ബോട്ടിൽ ഓപ്പണർ പോലത്തെ സാധനം. ഇവള് നിൻ്റെ ഏതാ സ്പ്രേ? ടേബിളോ? അപ്പോൾ എല്ലാവരും ബഡ്ജറ്റിനും അനുസരിച്ചിട്ട് വാങ്ങി. ഇനി ഇവിടത്തേക്ക് ജോർദാനിലേക്ക് ടീഷർട്ട്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇതിനകത്തുള്ള മിക്ക കളറും ഇങ്ങോട്ടടിക്കുന്നുണ്ടാവും. ഇതിനകത്തൊന്നും തപ്പിപ്പിടിക്കലാണ് ഇനി ബുദ്ധിമുട്ട്. എന്നാലും ഞാൻ പോയി നോക്കട്ടെ. ഇതാ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഒരാളിങ്ങനെ നടക്കുന്ന. അടുത്ത ലക്ഷ്യം ഫുഡ് കോർട്ടിൽ. ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ട് വല്ലതും കഴിച്ചിട്ട്, സമയം അത്രയൊന്നും ആയില്ല കേട്ടോ, 7 മണിയായിട്ട്. പിന്നെ ലേറ്റ് ആക്കണ്ട, വേഗം പരിപാടി തീർന്ന് കറങ്ങി നടന്ന് വേഗം പോകാൻ വിചാരിക്കുന്നു. അടുത്തോളൂ. ഞാൻ ജ്യൂസിന് പറഞ്ഞു. ജ്യൂസ് മൈ ഫേവറേറ്റ് ജ്യൂസ്. മിൽക്ക് ഷേക്ക്. ജ്യൂസ് ഇതെന്തേ ഒന്നേ ഉള്ളൂ? വെനിലയില്ല. മമ്മീക്ക് വെനിലയില്ല. ചോക്ലേറ്റ് ശരിക്കും കുടിച്ചോ? സ്ലിപ്പാവുന്നുണ്ട്. വനിലയിലൊരു സങ്കടമായ. എനിക്ക് സങ്കടമായോ? അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഏതാ പറയേണ്ടത്. പിന്നെ ഞാൻ വിചാരിച്ച എല്ലാവരും ചോക്ലേറ്റ് പറയുന്നതുകൊണ്ട് ഇവിടുത്തെ ചോക്ലേറ്റ് നല്ല ചോക്ലേറ്റ് ആയിരിക്കും. ഇപ്പല്ലേ മനസ്സിലായി. എന്നാൽ പോയിക്കൂടെ ഇരിക്കും. അപ്പോൾ നമ്മളിപ്പം പോകും കേട്ടോ. ഇനിയൊന്നും കാണിക്കുന്നില്ല. സമയം 8:08. അപ്പോൾ 8:20 ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നത്. അതുപോലെ ഈ വീഡിയോയുടെ ബാക്കി അടുത്ത ആഴ്ച വിനോദിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള വീഡിയോയിലും കൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ. ബസ് വെയിറ്റ് ചെയ്തിരിക്കുന്ന പാവം കുട്ടി. ബസ്സിലെ ടൈം നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടി. കരാമയിലേക്കുള്ള ബസ്. അവിടെ ഇരുന്നോ? അതാ ഓക്കെ. ഒരു ഡബിൾ ഡക്കർ ബസ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഡബിൾ ഡക്കർ ബസ് കയറിയില്ല. ഭയങ്കര പറയാം അതിൽ കയറാൻ. അത് കരാമയിലോട്ട് പോകുന്ന ബസ്സാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കാണുവാന്ന്. ഞാനന്ന് ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ട വീഡിയോ തന്നെ. നമ്മളന്ന് ഗിഫ്റ്റ് വാങ്ങാനെല്ലാം പോയ ബുർജുമാൻ്റെ അടുത്ത വീഡിയോ. അതൊന്നും അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായി. അത് പിന്നെ വീണ്ടും തുടങ്ങുവാണ്. ഇന്ന് 9-ാം തീയതി ഫ്രൈഡേ. സമയം 10:15. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഇൻട്രോ പറയാൻ കാരണം മുന്നോട്ടം കുളിക്കാൻ കയറിയിട്ടല്ല. അപ്പോൾ കേക്കെല്ലാം വാങ്ങി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കേക്ക് വൈകുന്നേരത്തിനെ പറഞ്ഞു. പക്ഷെ അവർ കൊണ്ടുവരാൻ ലേറ്റ് ആയിപ്പോയി. അവർ വന്ന് പിന്നെ എന്തോ വൈകുന്നേരം പുറത്ത് പോയായിരുന്നു. ആ ടൈം അവർ കൊണ്ടുവന്നുകൊണ്ട് അവൾ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലെങ്കിലും വലിയ ഭാവങ്ങളൊന്നും ആ മുഖത്ത് വരാനില്ല. പുച്ഛഭാവമായിരിക്കും. നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഞാൻ അതിലിടയ്ക്ക് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ 12 മണിയാകുമ്പോൾ കേക്ക് കട്ട് ചെയ്ത് ഗിഫ്റ്റും കൊടുത്ത് കിടന്നുറങ്ങാമെന്നുള്ള പരിപാടിയാണ് ഇന്ന്. അത്രയേ ഉള്ളൂ. ബാക്കി പരിപാടി നാളത്തൊന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇന്ന് അത്രയുള്ള ഇതാണ്. അപ്പോൾ അന്നേരം കേക്ക് കൊടുത്ത് വരുമ്പോൾ ഇൻട്രോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഞാനൊരു കാര്യം പറയാൻ വിചാരിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് കുളിക്കുകയും. അപ്പോൾ നമുക്ക് 12 മണി വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അവൻ പുറത്ത് വരുന്ന പുച്ഛഭാവം കൂടി കാണാം. ഓക്കെ.
കുറച്ച് ഇങ്ങോട്ടേക്ക് നിൽക്ക്. പപ്പൻ്റെ കയ്യിലെ റിമോട്ട് അതാ ഇല്ലാതെ തന്നെ മ്യൂട്ടാക്കാൻ പറ്റുന്നു. Very good. ക്യാൻഡിൽ വേണം. ലൈറ്റ് റൂം വേണ്ട. തിരിച്ചിട്ടല്ല കണ്ട നല്ല നിരപ്പൊക്കെ സ്ഥലമുണ്ടാവും. കറക്റ്റാ ലൈനിലൂട്ട് മുറിച്ച നല്ല രസമുണ്ട് കാണാൻ. ഉണ്ടാവും. Birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. ക്യാമറ ഫോട്ടോ എടുക്കണം. നല്ല കോഫീൻ്റെ ടേസ്റ്റ് ഉണ്ട്. അവിടെ രണ്ടാൾ നിന്നോ, രണ്ടാളവിടെ നിന്നോ, ഫോട്ടോ എടുത്തരാം. അങ്ങ് കൊണ്ട് കൊടുക്കറാ കിടന്ന്. നിങ്ങൾ ഓരോ വളരെ നിങ്ങളെ കൊണ്ട് കൊടുക്കാം. എന്നാ നീ കൊണ്ട് കൊടുത്തോ ആദ്യം നിന്റെ ഗിഫ്റ്റ്. ആരും അല്ലാതെ എന്തിനാ നീ പറയുന്നത്? അപ്പൊ അപ്പല്ലേ ആട് നിക്ക്, അടുക്ക് അടുക്ക്, അടുത്ത ആള് കൊടുക്ക് എന്നിട്ടല്ലേ. Thank you. Very good. Thank you. Thank you. More. കൊടുക്ക മോർ. Gold bar. ഇത് നമ്മളെ മൂന്നാളും നിർത്തിയാണ്. Gold. Okay. More. ഒന്നില്ല. പറ്റിപ്പാന്നല്ലേ സിസ്റ്റർ വേണോ? നോള് പോയിട്ടല്ല എങ്ങനെയല്ല. അങ്ങനെയല്ലോ പോയിരുന്നു. തുറക്ക് കള്ളു ഇത് മറ്റേ ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത് വൈനും ഷാമ്പയിനും. അതിൻ്റെ ഒഴിക്കുന്ന സാധനം പൈപ്പിംഗ് ഡോറിന്റെ നോ പോയി. ഇത് മറ്റേ ഇതിന് ഓപ്പൺ ചെയ്തിട്ടാവും പിന്നെ ഓപ്പൺ ക്ലോസ് ചെയ്യാനുള്ളത്. വൈനെല്ലാം ഓപ്പൺ ചെയ്തിട്ട് പിന്നെ അത് അടക്കാനുള്ള അതിൻ്റെ ഇല്ലോ. ഇഷ്ടായി. യെസ്, വെരി ഗുഡ്. തോന്നി കല്ലിന് എന്ത് സാധനം പറയും. Okay, good. Okay, next. Next. ഇത് സ്പ്രേ ആണല്ലോ.
അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. പക്ഷെ അതിന്റെ മുമ്പേ വീഡിയോ ആണ്. Full what happened? Good? Okay. ഇവിടെ വെച്ചു. Next. ഇതാ ഇത് നമ്മളത് മൂന്നാൾക്ക് last. ഇല്ല നമ്മൾ പോയിട്ട് പൊട്ടിച്ചല്ലേ? Very good. Okay. അപ്പൊ ഇല്ലാതെ കണ്ണു നോക്കിയെടുക്കുന്നു. അതന്നെ. Okay, good. Thank you. ഞാൻ മൂന്നാളെ കൊണ്ടുപോയി. അതിങ്ങനെ പൊളിച്ചിട്ടെടുക്കേണ്ടി വരികയാണ്. ഇത് ഞാനെങ്ങനെയല്ലോ നമുക്കും അറിയില്ല എന്ന സാധനം. നമ്മളിതുവരെ പൊളിച്ചു. നമ്മളിതൊരു പൊടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ അതിൻ്റെ ഉള്ളിൽ പൊരിച്ചെടുക്കല്ലോ. അങ്ങനല്ല. ആക്ച്വലി ഇത് മറ്റേ സാധനമല്ലേ ഇത്? ഇതിൽ മറ്റേ സ്മെല്ലുള്ള ഇത് ഒഴിച്ചിട്ട് അത് ഇങ്ങനെ ഇതാകുന്നതാണ് അതിൻ്റെ സ്മെല്ലില്ലേ അത് ആ ലിക്വിഡ് ഒഴിച്ചിട്ട്. പൈങ്കിളിൻ്റെ ഗിഫ്റ്റ് വാങ്ങാനും അത് ഫ്രീസ്. ശുക്രൻ ഉണ്ടാവുന്നത് കൊണ്ട്. താങ്ക് യു. അതിൻ്റെ കൂടെ ആദ്യം കുക്ക് ചെയ്യലും ഒന്നും കൂടി ആ പപ്പനെ പറ്റിച്ചല്ലേ? എന്നാ പിന്നെ ഇനി ഉറങ്ങിക്കൂടെ? നല്ല ബോട്ടിൽ കുറച്ച് അങ്ങനെ ഉച്ചയായി. 10-ാം തീയതി ഉച്ച. നേരെ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്ന് നിങ്ങളെ ബർത്ത്ഡേ ഡ്രസ്സെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. ഇന്ന് ഫുൾ എല്ലാവരും വെള്ളയിലാണ്. ഒരു മിനിറ്റ്. ഇതാ പൊന്നു പൈങ്കിളി കൊടുത്തു. പൈങ്കിളി എന്നെ കണ്ടല്ലോ നേരത്തെ. വെള്ളയിടാൻ ഇവരോടാണ് ആദ്യം വെള്ളയെടുത്ത് വെച്ച്, അതറിയാണ്ട് പൊന്നു വെള്ളയെടുത്ത് വെച്ച്, അത് കഴിഞ്ഞിട്ട് പൈങ്കിളിയും വെള്ളയിട്ടരും. പിന്നെ ഞാനും വിചാരിച്ച് ഞാനും ഇറങ്ങാം വെള്ളയിൽ തന്നെ. അങ്ങനെ എല്ലാവരും വെള്ളയിലേക്ക്. അപ്പോൾ നമ്മൾ പോകുന്നത് കമോൺ കേരള പരിപാടിയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിന് കേട്ടാ. ഇന്ന് ഫുള്ള് പുറത്ത് നിൽക്കാന്നുള്ള പരിപാടിയായിരുന്നു. പക്ഷെ എൻ്റെ വിശാലമായ മനസ്സുകൊണ്ട് ഞാൻ ദോശയും ചട്നിയിലാക്കി കൊടുത്തിട്ട് ഇനി ഉച്ചക്ക് പുറത്തുനിന്ന് വൈകുന്നേരം ഇന്ന് അനുവിൻ്റെ റൂമിലേക്കാണ്. അപ്പം പിന്നെ അത്രയെല്ലാം ഇന്നത്തെ പരിപാടി. അതിന് ഒരാളോടും ചോദിക്കട്ടെ, ഇന്നലെ ഞങ്ങൾ ശരിക്കും സർപ്രൈസ് ആയിരുന്നു. ബർത്ത്ഡേ സർപ്രൈസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു ബർത്ത്ഡേ ആണ്? അറിയാം ചോദ്യമാണോ? ചോദ്യം ഓർമ്മയുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് പുച്ഛഭാവത്തിന് ഒരു കുറവുണ്ടായില്ല. നമുക്കില്ല ഭയങ്കര പുച്ഛഭാവമായിരിക്കും. ആ പുച്ഛഭാവം ഇന്നലെ കണ്ടില്ല. ഒന്നിക്കൽ തീരെ ഓർമ്മയില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ ഉറക്കത്ത് വിളിച്ച് കേക്ക് കാണിച്ചുകൊണ്ട് ഈ രണ്ടിലേതോ ഒരു കാര്യമുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ കമോൺ കേരള പരിപാടിയെല്ലാം കണ്ടിട്ട് വരട്ടെ. അവിടുന്ന് ഫുഡ് അടിക്കാൻ ചേരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കമോൺ കേരള എല്ലാം കണ്ടുവന്ന് ഫുഡ് കഴിക്കാൻ കയറി. ബർത്ത്ഡേ ബോയ് പാവം അത്ര സമയം ഫുഡ് കിട്ടിയില്ല. 4 മണിയാണ്. 4 മണിയല്ലേ? അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സംസം മന്തി കഴിക്കാൻ. മന്തിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. മന്തിയല്ല, വേഗം ഒന്ന് വന്നാൽ മതിയായിരുന്നു പൈങ്കിളി. അപ്പോൾ ഫുഡ് വരട്ടെ, നമ്മൾ വെയിറ്റ് ചെയ്യും. സൂപ്പ് വന്നു, സൈഡ് ഡിഷെല്ലാം വന്നു. ഇനി
മെയിൻ സംഭവം വന്നില്ല അല്ലേ. അപ്പോൾ ഒരുപാട് ഇതാ സൂപ്പിൽ മുക്കിയിട്ടല്ലോ വിശക്കുന്നുണ്ടായിരിക്കും. നല്ല ടേസ്റ്റ് തോന്നും. സൂപ്പ് കുടിച്ച് വയറിറച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പറ്റണ്ടാവാറ്. വന്നല്ലോ വനമാല. അപ്പോൾ ഇനി ഇതിനോടുള്ള പൈകളിൻ്റെ എക്സ്പ്രഷൻ മന്തി കാണുമ്പോൾ മുഖത്ത് ഇനി നമ്മൾ കഴിക്കട്ടെ അല്ലേ. ഇനി ഇത് തീർക്കുവാന്നുള്ളതല്ലേ അടുത്ത നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി. അടുത്ത ഐറ്റംസ്. ഫൈനലി ഇതും കൂടി കഴിച്ച് നമ്മൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഈ 2 ചായൻ്റെ ഉടമസ്ഥർ ഇവിടെ ഇല്ല. വാഷ്റൂം പോയിട്ടാണ്. വരുന്നുണ്ട്. ക്ഷീണം പിടിച്ചിട്ട് ഇനിയൊന്നും വേണ്ടല്ലോ. ഇത് വേണ്ടല്ലോ എനിക്ക് വേണ്ട. ചായ വേണ്ട. അത് കഴിച്ചാൽ ചായ കുടിക്കുമ്പോൾ ആ ഇതുണ്ടാവില്ലേ. ബലൂണെല്ലാം തൂക്കിയിട്ടുണ്ടായിരുന്നല്ലേ. ബലൂണെല്ലാം തൂക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് പറല. പപ്പ ആദ്യം കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ അല്ലേ. തിരിഞ്ഞു പോയി. ഞാൻ നിനക്കുന്നത് അത് വെഡിങ് ആനിവേഴ്സറി ഒന്നല്ല. അതിലൊറ്റക്കൊരു ആരും ആവശ്യമില്ല. എന്നാ പോലെ നമ്മള് സ്നേഹത്തോടെ വിളിക്കുന്നില്ല. ഇത് കണ്ട അപമാനിച്ചു വിടുന്നു. ആ നമുക്ക് പാട്ട് ഓഫ് ആക്കിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടാം. എന്നാ പിന്നെ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടാൻ നമുക്ക് സന്തോഷ ജന്മദിനം പാടാം. ഇന്നൊരു നമ്മൾ പാടും. നിങ്ങൾക്കൊരു സന്തോഷായിക്കോട്ടെ. നിങ്ങൾ വേണ്ടാന്ന് പറയുമ്പോ നമ്മള് നിർബന്ധിക്കും. മറ്റേതൊരു അമ്പാനാണ്. മറ്റേ കയ്യിൽ നടക്കൂ. സൗണ്ട് കുറഞ്ഞു പോയി. Thank you. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിനാപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്. പങ്കൊടുത്താ പപ്പ കൊടുത്താ പൊന്നു. എല്ലാരും പോയി സ്വീകരിച്ചോളൂ. സന്തോഷ ജന്മദിനപ്പം ദൂരെ ബാക്കി ഇനി കൈ ഞാൻ കത്തി കൈമാറുന്നു. ഫേഷ്യലിന്റെ കുറവുണ്ടല്ലോ കുറച്ച് വേണ്ട പപ്പായ ഇപ്പൊ മറ്റേ മാംഗോ ഫേഷ്യലാ. എല്ലാവർക്കും താങ്ക് യു. ഒരു കാര്യം ചെയ്യാം. എനിക്കിത് മതി. ചെയ്തോ. എന്റെ രണ്ടിൽ നിർത്തണ്ട, 3 തന്നെ. അത് ഓറഞ്ച് അല്ല, മറ്റേ പ്ലം കേക്ക്.
ആയിക്കാ വേണ്ടേ അത് ഇതന്നെ അറിയില്ല അത് നിങ്ങള് കേട്ടിനാ അല്ല ശരി ഹണിയനിന്റെ ബിരിയാണി, ചിക്കൻ ബിരിയാണി പിള്ളേർക്ക് റൈസ് മാത്രമാണെങ്കിൽ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. റൈസ് മസാല ചോദിച്ചു നോക്കാം. ഇനി വേഗം ഇതും കൂടി കഴിച്ചിട്ട് പായസം കുടിച്ചിട്ട് ഇവിടെ പോകാൻ ആൾക്കാർ തയ്യാറായി നിൽക്കുന്നുണ്ട്. നാളെ ലീവ് കിട്ടുമോ? നാളെയല്ലേ പരിപാടി എന്നാ ഗെയിം കളിയാ? ആ, ഒരു ഫോണും 4 ആളുവാ. ഷിയാരുവിന് വേറെ ഇതുണ്ട്. ഒത്തൊരുമ ഇപ്പൊ ഇന്ന് കാണാം. എന്നാന്ന് ഒരുമയുടെ കൊലക്കയിലും കിടക്കാന്ന് പറഞ്ഞ അവസ്ഥ. ബിരിയാണിന്റെ അഭിപ്രായം ചോദിക്കട്ടെ. ആ അതുകൊണ്ടല്ലേ അല്ല നാട്ടിലെല്ലാം അറിയണ്ടേ ബിരിയാണി എല്ലാം വെച്ച് കൊടുത്തതിന്റെ ടേസ്റ്റ് എല്ലാം പറയുന്നേ. എന്റെ കൂടെ ഹണിയെ നാട്ടിലെത്തിച്ച് ബിരിയാണി ഒപ്പിക്കാൻ. ആ വ്ളോഗല്ലേ? ആ ഞാൻ പിന്നെ എന്നെ എഡിറ്റ് ചെയ്യാൻ നിൽക്കൂല. എങ്ങനെയുണ്ട് ഞാൻ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടായിനാ? നല്ല ഇഷ്ടായിനാ? ഷിയാരുനോ ബിരിയാണി ഇഷ്ടായിനാ? കഴിച്ചില്ലേ? പറയുന്നില്ല? ഇഷ്ടപ്പെട്ടിനാ? കഴിച്ചിട്ടില്ലല്ലോ ഇനി. രാത്രി 12:30 മണി നാടൻ ബിരിയാണി അന്തസ്. അത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മോട് ചോദിക്കേ. സൂപ്പർ. സമയം 12:25. അങ്ങനെ മാവേലി വന്നു, മാവേലി പോന്നു. കഴിഞ്ഞ ഓണം വ്ളോഗ് കഴിഞ്ഞിട്ട് ഇപ്പം തോന്നും വരുന്നല്ലേ? അന്നൊരു വലിയ ഉള്ളി മുറിപ്പിച്ചൊരു വ്ളോഗിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു കണ്ടു. പക്ഷെ അന്ന് വ്ളോഗ് ഉണ്ടായില്ലല്ലോ. ബൈ ബൈ. നമ്മൾ 1 മണിക്ക് പോകാനാവുന്നത് നമുക്കോ 1 മണിക്ക് കഴിക്കുന്നത് അവരെ ആവേശം മുന്നേ അതന്നെ പോരട്ടെ. അതന്നെ ആ അതന്നെ ആ പൊന്നു വരാതോണ്ടാ കിട്ടാതെ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ശരി കാലം മാറ്റാൻ പറഞ്ഞേ. അച്ഛ കാലം ഒച്ച പറയല്ല. അയ്യപ്പല്ല കേക്കുമല്ലോ.
അനുവാപ്പ കേട്ടിരുന്നോ നടന്ന് അതാ പറ കേട്ടാലും സാല ഒന്ന് മാറ്റി കൊടുത്തേ മാറ്റിത്തരാം ഈടുത്ത് വരെ കേൾക്കുന്നുണ്ട് അപ്പൊ ആണ് കേൾക്കുന്നുണ്ടാവോ മലയാളം സെക്കൻഡ് ബൈക്കുള്ള മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ ബജാജ് ചേതക് ബൈക്കല്ലേ സ്കൂട്ടർ അല്ല 3 ഓട്ടോറിക്ഷ ഓട്ടോ ഓട്ടോ ബേബി എത്ര വേർഡ്സ് എന്തെങ്കിലും കാണിക്ക് ഒരു വേർഡ് പുതിയതാ ആരാന്ന് ആക്ടർ അതൊന്നും അറിയില്ല സാറില അഭിനയിച്ചു കാണിച്ചത് എങ്ങനെയാണ് മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ ആരെങ്കോ അല്ല ദിലീപ് നായകനാരെന്ന് അറിയില്ല പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ദിലീപ് ടൊവിനോ ഫഹദ് ഫാസിൽ ദുൽഖർ എന്തെങ്കിലും അഭിനയിക്കും ബ്രേക്ക് ലക്കി ഭാസ്കർ വീരുവിന് എന്തിനാ കാണിച്ച അതിന്റെ നടുക്ക് ഓനെന്തോ ഉണ്ടാ ഓനെ മറിച്ചിടാല റൗണ്ട് അടിക്കും വിക്രമാദിത്യന സിമ്പിളാണ് കൊറേ അക്ഷരം ഉണ്ടാ കാട്ട് പ്രേമലുവ എന്നാ പ്രേമലുവ ആരാ വീര് പറഞ്ഞേ വീര് പറഞ്ഞേ ഇതെല്ലാം അനുവാപ്പ സിമ്പിൾ ആയിട്ട് അഭിനയിച്ച് കാണിച്ച് സമയം കണ്ടിനാ ഗെയിം കളിക്കുന്ന സമയം എത്രയാ 2:20 ബ്രേക്കില്ലാത്ത വണ്ടി പോകൂലേ മുടി ഷിയാരെ കാലാവന്റെ മെല്ലെ curly hair പുതിയ ആള് ആ മറ്റേ ചെക്കൻ ബാസില ആ മറ്റേ പുതിയ സിനിമ No. അതാ ഹണിയന്റി തുടങ്ങി ഒറ്റ വീട് രണ്ടാൾക്കാരാ ഒന്നിനെ രണ്ടായി മുറിച്ചു അതിനകത്ത് രണ്ടാമത്തെയാ അതിനകത്ത് രണ്ടാമത്തെ ആദ്യത്തെ ഒന്നേ ഉള്ളൂ ഒരു ഫുൾ വേർഡ് ചെടി മരം ചെടിമരം മരം മരം ആയി മരം സിനിമ അങ്ങനെ സിനിമയുണ്ടാ ഞാനൊരു മരം ഞാൻ മരത്തിനെ മാറ്റി വീട് ഒന്നാമത് ഇങ്ങനെ മേലെ ഞാൻ വെച്ചെന്തോ ഭരണി ഭാഗ്യത്തിന് ബിൽഡിംഗ് പറഞ്ഞത് അല്ല ഞാൻ മരത്തിന്റെ അല്ലേ ഞാനൊന്ന് ഭരണി അയ്യോ മലയാളി നമ്മൾ പറയും മീഡിയം മിഡിൽ രണ്ടാമത്തെ ഫസ്റ്റ് വേർഡ് പറയണങ്ങൾ
ബേർഡ്സ് പറക്കണം മയിൽ മയില് പറക്കുവാ? മലയാളമാണല്ലേ? രണ്ട് വേർഡ്. ആ ഫസ്റ്റ് വേർഡ് മുറിക്കുക. ലിപ്സ് ചുണ്ട് ആ ചുണ്ട് കിളിച്ചുണ്ട മാമ്പഴം. നിങ്ങൾക്ക് എന്താ ആറ്റിയാൻ പറ്റും ഇംഗ്ലീഷ് മൂവി ഇംഗ്ലീഷാ ഇംഗ്ലീഷാ? വീഡിയോ ഇംഗ്ലീഷ് ആന്ന് പറയാൻ പാടാ. ഇത് അവിടെ കാണിക്കണ്ടേ നമ്മളോട് വീഡിയോ 2 വേർഡ്സാ സൂപ്പർ ഹീറോ ബാറ്റ്മാൻ സൂപ്പർമാൻ എന്താന്ന് പറയാ, എല്ലാ പിള്ളേരും ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്പലും കിടക്കും എന്ന് പറയുന്ന പോലെയാണല്ലേ. നിങ്ങളെ ഒലക്കേമ കിടത്തം കാണാനത് വെയിറ്റ് ചെയ്ത് വേഗം കിടന്നോട്ടെ. എനിക്ക് വേണം നമുക്ക് ഉറങ്ങാൻ. അച്ചുപ്പ് ഉറങ്ങും. അച്ചു കിടന്നു. മതി മതി. ഉറങ്ങിയില്ലേ? നിങ്ങൾ ടിവിയും കണ്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുക. എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. അനുവിന് നടുക്ക പാവ ഓന് പിലോ. ഇത് ഓൻ അച്ചു അങ്ങനെ വെച്ചിനല്ലേ. അപ്പൊ പിന്നെ ഗുഡ് നൈറ്റ്. അപ്പോൾ കുറച്ച് ടീംസ് ഇവിടെ കിടന്നിട്ടുണ്ട് അല്ലേ. ഇനി ബാക്കി ടീംസ് എവിടെയെങ്കിലും എല്ലാം കിടക്കും. നമ്മൾ മറ്റേ ഒരുമയുണ്ടെങ്കിൽ കിടക്കാമല്ല നമ്മൾ കിടന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ഗുഡ് നൈറ്റ് വേണ്ട അല്ല, ഇതിപ്പം രാവിലെ രാത്രി മോർണിംഗ് ആയല്ലേ. ഗുഡ് മോർണിംഗ് 4 മണി 3:30. അപ്പൊ പിന്നെ ബൈ.